ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എങ്ങനെയാണ് ക്ലോൺ ചെയ്യുന്നത്, ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് ക്ലോൺ ചെയ്യുന്നതാണ് ജസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ്. നമ്മളുടെ പോസ്റ്റിന് കീഴിൽ ഒരു കമൻറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, നമ്മൾ നേരെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ നേരെ വരയ്ക്കുക. അതിന് നേരെ ടൂൾ എടുത്തു, നേരെ ട്രെൻഡ് ലൈൻ വരച്ചതിന് ശേഷം ആ ട്രെൻഡ് ലൈൻ കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. വെച്ചിട്ട് ആ ട്രെൻഡ് ലൈനിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് നമ്മൾ ഞെക്കാൻ നേരത്ത് നേരെ ഇവിടെ ക്ലോൺ എന്നുള്ള ഓപ്ഷൻ വന്നു. ക്ലോൺ എന്നുള്ള ഓപ്ഷൻ നേരെ നമ്മൾ ക്ലിക്ക് കൊടുത്താൽ മാത്രം മതി. ക്ലിക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ അടുത്ത പ്രൈസ് എവിടാണോ നേരത്തെ റിവേഴ്സ് ആയിട്ടുള്ള ആ ഒരു റിവേഴ്സൽ ഏരിയയിലേക്ക് സിസ്റ്റം തന്നെ മാറ്റുകയാണ്. ഇത് 100% ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ ഞാൻ അത് എനിക്ക് കംഫർട്ടബിൾ അല്ല. ഞാനത് എടുക്കാറില്ല. ഇങ്ങനെ ക്ലോൺ ചെയ്ത് ഞാൻ എടുക്കാറില്ല. ഞാൻ മാനുവലായിട്ട് തന്നെയാണ് ട്രെൻഡ് ലൈൻ ഞാൻ വരയ്ക്കാറുള്ളത്. അപ്പം ജസ്റ്റ് വേണ്ടി നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ക്ലോൺ ചെയ്യുക. ട്രെൻഡ് ലൈനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ക്ലോൺ എന്നുള്ള നേരെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. നേരെ ഓട്ടോമാറ്റിക് എടുത്തുണ്ട്. ഇവിടെ എല്ലാം പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എല്ലാം നമുക്ക് ഇതായിട്ടുള്ളതാണ്. ഇവിടെ റിവേഴ്സൽ ആയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഹിറ്റ് ആയിട്ടുള്ളതാണ്. സോ അത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ എടുക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇത് ചെയ്യണോ വേണ്ടെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമ്മളാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്കിത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ വിട്ട് കളയുക. നമ്മൾ മാനുവലായിട്ട് മാത്രം ട്രെൻഡ് ലൈൻ വരച്ചാൽ മതി. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.